നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 7 വ്യാഴാഴ്ചയാണ്. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്ത്യക്ക് മേലുള്ള താരിഫ് ഇരട്ടിയാക്കാൻ ട്രംപ് തീരുമാനിച്ചു. 25% താരിഫ് ഇപ്പോൾ 50% ഉയർത്തിയിരിക്കുന്നു. ഇതോടെ ഇന്നലെ ക്ലോസ് ചെയ്ത ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം 100 പോയിന്റ്സ് ആണ് ഇടിഞ്ഞത്. താരിഫ് 21 ദിവസത്തിനുള്ളിൽ പ്രാബല്യത്തിൽ വരും. ഇനി മറ്റ് ചില കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്നലെയും നിഫ്റ്റി നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. താരിഫ് ഉയർത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് IT, ഫാർമ സെക്ടറുകളാണ് ഇന്നലെ കൂടുതൽ നഷ്ടമുണ്ടാക്കിയത്. ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക്. US മാർക്കറ്റുകളിൽ 3 മാർക്കറ്റുകളും പ്രധാനപ്പെട്ട മാർക്കറ്റുകളെല്ലാം പോസിറ്റീവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. നാസ്ഡാക്ക് 1% മുകളിൽ ഉയർന്ന് ക്ലോസ് ചെയ്തു. നാസ്ഡാക്ക് 1% മുകളിൽ നേട്ടമുണ്ടാക്കാൻ കാരണം ആപ്പിൾ ആയിരുന്നു. ആപ്പിളിന്റെ ഓഹരികൾ ഇന്നലെ 5% നേട്ടമാണ് ഉണ്ടാക്കിയത്. കൂടാതെ മാക്ഡൊണാൾഡ്സ് 3% ഉയർന്നു. S&P 500 ഏകദേശം 400 കമ്പനികൾ ഏപ്രിൽ ജൂൺ മാസത്തിൽ അവരുടെ റിസൾട്ടുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിൽ 80% എക്സ്പെക്ടേഷനെ ബീറ്റ് ചെയ്യുന്ന റിസൾട്ടുകൾ തന്നെയാണ് പുറത്തു വന്നത്. എസ്റ്റിമേറ്റ് ആയി പുറത്തു വന്നിരുന്നത് 76% എന്നാൽ 80% എന്നത് എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്യുന്നത് തന്നെ ആയതുകൊണ്ട് ഇപ്പോഴത്തെ വന്ന റിസൾട്ടുകൾ വളരെ നല്ലത് തന്നെയാണ് എന്നാണ് വിലയിരുത്തേണ്ടത്. ലാഭ വരുമാനത്തിൽ 12.1% വളർച്ചയും കൈവരിച്ചു. സെപ്റ്റംബറിൽ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷകൾ കൂടി വന്നതോടെ ഇപ്പോൾ സ്റ്റോക്കുകൾ ഉയരാൻ മറ്റൊരു കാരണം കൂടിയായി. മറ്റൊരു പ്രഖ്യാപനം കൂടി ഇന്നലെ US പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് വന്നത് സെമി കണ്ടക്ടർ ഇറക്കുമതികൾക്ക് 100% തീരുവ ഏർപ്പെടുത്തുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. US നിർമ്മിക്കുന്ന സെമി കണ്ടക്ടർ കമ്പനികളെ ഇത് ബാധിക്കുന്നില്ല. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ഇൻഫോസിസ് 0.80% ഇടിവിലും വിപ്രോ 1.68% ഇടിവിലുമാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.43% നേട്ടമുണ്ടാക്കിയപ്പോൾ HDFC ബാങ്ക് 0.20% ഇടിഞ്ഞു. ഡോക്ടർ റെഡ്ഡിയാണ് കൂടുതൽ ഇടിവുണ്ടാക്കിയത്. 2.5% ഇടിവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക്. പ്രധാനപ്പെട്ട യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം ഇന്നലെ ഉയർന്നു തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ ഇപ്പോൾ $1,15,000 ട്രേഡ് ചെയ്യുന്നു. ഗോൾഡ് പ്രൈസുകളിൽ ഒരു ഇടിവാണ് കണ്ടത്. 0.2% ഇടിഞ്ഞു. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് 75,040 രൂപയാണ്. ഈ മാസത്തെ ഉയർന്ന നിരക്ക് കൂടിയാണിത്. ഇനി ഓയിൽ പ്രൈസുകളിലേക്ക് വന്നാൽ ഇന്നലെ ഓയിൽ പ്രൈസുകളിൽ ബ്രന്റ് ഫ്യൂച്ചേഴ്സ് 0.59% ഇടിഞ്ഞ് $67.24 പെർ ബാരൽ എന്ന നിലയിലാണ് ക്ലോസ് ചെയ്യുന്നത്. WTI 0.78% ഇടിഞ്ഞ് $64.65 പെർ ബാരൽ എന്ന നിലയിൽ ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്ന ബ്രന്റ് ഫ്യൂച്ചേഴ്സ് 0.4%-ന്റെയും WTI 0.3%-ന്റെയും നേട്ടത്തിലാണുള്ളത്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിട്ടുള്ളത്. ഇനി ആർക്കെങ്കിലും പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ഒരു മാസത്തേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വെറും 799 രൂപയ്ക്ക് നിങ്ങൾക്കിപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ ഏറ്റവും ഫോക്കസിലുള്ള വാർത്തയിലേക്ക് വരാം. ഇന്ത്യക്ക് മേലുള്ള താരിഫ് ഇരട്ടിയാക്കാൻ ട്രംപ് തീരുമാനിച്ചു. ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ചൂണ്ടിക്കാട്ടിയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക 25% താരിഫ് ഏർപ്പെടുത്തിയത്. ഇപ്പോൾ ആകെ 50% താരിഫാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. താരിഫ് 21 ദിവസത്തിനുള്ളിലാണ് പ്രാബല്യത്തിൽ വരിക. 21 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പുതിയ ലെവി പ്രാബല്യത്തിൽ വരും. ഇന്ത്യക്ക് റഷ്യൻ എണ്ണ ഇറക്കുമതി നിർത്താൻ സമയം US നൽകും. ഏറ്റവും കൂടുതൽ താരിഫുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ ഇന്ത്യയും ഉൾപ്പെടും. ഇന്ത്യയും ബ്രസീലും ഇപ്പോൾ US-ന്റെ ഏറ്റവും കൂടുതൽ താരിഫ് ചുമത്തുന്ന രാജ്യങ്ങളാണ്. ഇന്ത്യ US-ലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളെ ഇത് പ്രതികൂലമായി തന്നെ ബാധിക്കും. ഇനി ബാധിക്കപ്പെടാൻ പോകുന്ന പ്രധാനപ്പെട്ട മേഖലകൾ നോക്കുകയാണെങ്കിൽ സ്റ്റീൽ, അലുമിനിയം, ഓട്ടോമൊബൈൽ തുടങ്ങിയ മേഖലകൾ ഉയർന്ന താരിഫാണ് നേരിടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആ സെക്ടറുകളെ ഇമ്പാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതോടെ ഇന്ത്യ ഈ താരിഫുകളെ അന്യായം എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഏതായാലും ഈ പ്രധാനപ്പെട്ട വാർത്തയുടെ റിയാക്ഷൻ എത്തരത്തിലായിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. പ്രധാനപ്പെട്ട കമ്പനികളുടെ ക്വാർട്ടർലി ഏർണിങ്സുകളിലേക്കാണ്. ആദ്യം ഹീറോ മോട്ടോകോപ്പ്. നെറ്റ് പ്രോഫിറ്റിൽ 0.3%-ന്റെ വർധനവാണ് ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. 1125.7 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 5.6%-ന്റെ ഇടിവാണ് വന്നത്. 9578.9 കോടി രൂപയിലാണ് ഇപ്പോൾ റവന്യൂ ഉള്ളത്. മറ്റൊരു സ്റ്റോക്ക് ട്രെൻഡാണ്. നെറ്റ് പ്രോഫിറ്റിൽ 8.6%-ന്റെ വർധനവ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നു. 424.7 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 19%-ന്റെ വർധനവും വന്നു. 4883.5 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഇയർ ഓൺ ഇയറിലെ കണക്കുകളാണ് നമ്മളിവിടെ പറയുന്നത്.
അടുത്തത് ഫോർട്ടീസ് ഹെൽത്ത് കെയർ നെറ്റ് പ്രോഫിറ്റിൽ 53.3% വർധനവ് രേഖപ്പെടുത്തി 266.8 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 16.6% വർധനവ് രേഖപ്പെടുത്തി 2166.7 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു സ്റ്റോക്ക് റൈമണ്ട് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 8.8% ഇടിവാണ് വന്നിരിക്കുന്നത്. 20.6 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 16.6% വർധനവ് വന്നിരിക്കുന്നു. അടുത്ത ഡാറ്റ മാറ്റിക്സ് ഗ്ലോബൽ സർവീസസ് എന്ന കമ്പനി നെറ്റ് പ്രോഫിറ്റിൽ 15.8% വർധനവ് 50.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 18.7% വർധനവ് 467.6 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്ത് മികച്ച ഒരു റിസൾട്ട് കാഴ്ചവെച്ചത് ബജാജ് ഹോൾഡിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 116.5% വർധനവ് രേഖപ്പെടുത്തി 3486.5 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 142.7% വർധനവ് 324.7 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് ഹഡ്കോയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 13% വർധനവ് വന്നിരിക്കുന്നു. 630.2 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 32.6% വർധനവും വന്നിരിക്കുന്നു. അടുത്തത് റെയ്മണ്ട് ലൈഫ് സ്റ്റൈൽ എന്ന കമ്പനിയാണ്. ലോസ് കുറഞ്ഞിരിക്കുകയാണ്. 19.8 കോടി രൂപയിലാണ് ലോസ് ഉള്ളത്. റവന്യൂവിൽ 17.2% വർധനവ് വന്നിരിക്കുന്നു. അടുത്ത് ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ആണ്. നെറ്റ് ലോസ് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ്. 455.5 കോടി രൂപയിലാണ് ലോസ് ഉള്ളത്. റവന്യൂവിൽ 0.3% വർധനവ് മാത്രം വന്നു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് PNB ഹൗസിംഗ് ഫിനാൻസ് ആണ്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ പേര് മാത്രം ഒന്ന് പറയാം. ടൈറ്റൻ കമ്പനി, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ, ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ്, ബയോകോൺ, കുമ്മിൻസ് ഇന്ത്യ, മെട്രോപോളിസ് ഹെൽത്ത് കെയർ, നാഷണൽ അലുമിനിയം കമ്പനി, കല്യാൺ ജ്വല്ലേഴ്സ്, കൽപ്പതാരു പ്രൊജക്ട്സ്, ഏജസ് ലോജിസ്റ്റിക്സ്, ഏജസ് വോപാക് ടെർമിനൽസ്, അപ്പോളോ ടയേഴ്സ്, ബജാജ് ഇലക്ട്രിക്കൽസ്, ബിർള സോഫ്റ്റ്, ഡാറ്റ പാറ്റേൺ, ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇൻഡിഗോ പെയിൻറ്റ്സ്, CE ഇൻഫോ സിസ്റ്റംസ്, ഗ്ലോബൽ ഹെൽത്ത്, മെഡി അസിസ്റ്റ്, പേജ് ഇൻഡസ്ട്രീസ്, രാംകോ സിമെൻറ്റ്, ശ്രീ രേണുക ഷുഗേഴ്സ്, സായി ലൈഫ് സയൻസസ് തുടങ്ങിയവയാണ്. ഇനി സ്റ്റുഡൻസിന് ആർക്കെങ്കിലും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബിഗിനേഴ്സിനായിട്ടുള്ള കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. പ്രത്യേകിച്ച് മാർക്കറ്റ് ഇത്തരത്തിലുള്ള വോളറ്റൈൽ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ വെറുതെ ബ്ലൈൻഡായിട്ട് ട്രേഡ് ചെയ്യാതെ കൃത്യമായി പഠിച്ച് മാത്രം ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു മാസമാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. വീക്ക്ലി 2 മുതൽ 3 ക്ലാസ്സുകൾ വരെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ടെക്നിക്കൽ അനാലിസിസിനും ഫണ്ടമെൻ്റൽ അനാലിസിസ് കൂടാതെ ഓപ്ഷൻസിനെ കുറിച്ച്, ട്രേഡിംഗ് വ്യൂവിനെ കുറിച്ച്, അങ്ങനെ ധാരാളം കാര്യങ്ങളിലൂടെയാണ് കോഴ്സ് കടന്നു പോകുന്നത്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIs വീണ്ടും വലിയ സെല്ലിങ്ങിലേക്കാണ് ഇന്നലെ പോയത്. 4999 കോടി രൂപയ്ക്ക് ഇന്നലെ സെല്ല് ചെയ്തു. DIs ആവട്ടെ 6794 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തത്. ഏഷ്യൻ വിപണിയിലേക്ക് ഇന്ത്യക്ക് മേൽ ചുമത്തിയിരിക്കുന്ന അധിക 25% താരിഫും കൂടാതെ ചിപ്പ് സ്റ്റോക്കുകൾക്ക് മേൽ ചുമത്തിയ 100% താരിഫിന് ശേഷം ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആണ്. ആദ്യം ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.5% നേട്ടത്തിലാണ്. സിംഗപ്പൂർ മാർക്കറ്റ് 0.45% നേട്ടത്തിൽ. ഹോങ്കോങ് മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ. കോസ്പി മാർക്കറ്റ് 0.55% നേട്ടത്തിൽ. ജക്കാർത്ത കോമ്പോസിറ്റ് 0.15% നേട്ടത്തിൽ. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 24,559 എന്ന നിലയിലാണ്. സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 45 മിനിറ്റാണ്. 71 പോയിന്റ്സ് ഇടിഞ്ഞാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് നിഫ്റ്റിയിൽ ഇന്ന് 75 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. 24,574 75 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയെക്കുറിച്ച് ഇന്നലെ നമ്മൾ പറഞ്ഞതാണ് 1 ഹവറിൽ ഒരു ബുള്ളിഷ് ഡയഗണൽ പാറ്റേൺ ഫോമായി വരുന്നുണ്ട്. ഇതിൽ നിന്നും അപ്സൈഡിൽ ഒരു ബ്രേക്ക് ഔട്ട് വരികയാണെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് 24,670 ആണ്. തുടർന്ന് 24,740 മറ്റൊരു റെസിസ്റ്റൻസ് ഏരിയ ആവാൻ സാധ്യതയുണ്ട്. ഇത് രണ്ടുമാണ് അപ്സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ലെവലുകളായി വരുന്നത്. ഇനി നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സൈഡ് വൈസിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ട്രംപ് ഇന്നലെ തന്നെ പലിശ കൂട്ടും എന്ന് പറഞ്ഞിരുന്നെങ്കിലും പക്ഷേ അത് നമ്മുടെ മാർക്കറ്റിൽ വലിയ റിയാക്ഷൻ ഉണ്ടാക്കിയില്ല എന്ന് തന്നെ വേണം കരുതാൻ. കാരണം അത്ര വലിയൊരു ഫോളൊന്നും നമുക്ക് ഇന്നലെ നിഫ്റ്റിയിൽ ലഭിച്ചിട്ടില്ല. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് 24,470 ജൂൺ മാസത്തെ ലോ ആയിട്ട് വരുന്നത്. കൂടാതെ 100 ഡേ EMAയും ഈ ഒരു ലെവലിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 24,450 മുതൽ 24,580 വരെയുള്ളത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സോണായിരുന്നു എന്ന് പറഞ്ഞതാണ്. ഇവിടെ നിന്നും വലിയൊരു ഫോള് നമുക്കിപ്പോൾ വരുന്നില്ല. ഒരു സൈഡ് വൈസിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ക്യാൻഡിൽ കൂടി നമുക്കൊന്ന് നോക്കാം. ഇനി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം 24,550 സ്ട്രൈക്കിൽ 58% വർധനമാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പ് ആണ്.
കോൾ സൈഡിൽ 297% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. അടുത്തത് 24,500 സ്ട്രൈക്കിൽ 4% ഇടിവ്, ഒരു ലോങ് അൺവൈൻഡിങ് ആണ് കാണുന്നത്. എന്നാൽ കോൾ സൈഡിൽ 76% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 24,600 സ്ട്രൈക്കിലും 6% ഇടിവ്, ഒരു ലോങ് അൺവൈൻഡിങ് ആണ് പുട്ട് സൈഡിൽ കാണുന്നത്. കോൾ സൈഡിൽ 73% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് തന്നെയാണ് നല്ല ശക്തിയോടെ നിൽക്കുന്നത് എന്നാണ് കാണുന്നത്. ഇനി വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,600-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,500-ഉമാണ്. ഇൻഡെക്സുകളിൽ ഇന്നലെ ബാങ്ക് നിഫ്റ്റി മാത്രമാണ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. 51 പോയിന്റ്സ് ഉയർന്ന് 55,411-ലാണ് ക്ലോസ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഫോം ആയിരുന്നത്, പക്ഷേ കൃത്യമായിട്ടുള്ള ഡയറക്ഷനൊന്നും ഇന്നലത്തെ ക്യാൻഡിലും തന്നിട്ടില്ല. ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 54,440 മുതൽ 53,880 വരെയാണ്. കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സ്ഥലം കൂടിയുള്ളത് 100-ഡേ EMA ഉള്ളത് 55,000 മുതൽ 54,900 വരെയുള്ള സോണിലാണ്. അപ്പോൾ ആ ഒരു സോൺ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡൗൺ സൈഡിലെ സപ്പോർട്ട് സോൺ തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 55,500-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 55,000-ഉമാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വെറും 799 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഇനി പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്. അതുവഴി പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.